ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കടയിൽ വന്നിട്ട് നമ്മുടെ കസ്റ്റമർ കുറേ അഭിപ്രായങ്ങൾ പറയും. നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയും, നമ്മുടെ സർവീസിനെ പറ്റി പറയും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനെ പറ്റി പറയും. ഈ അഭിപ്രായങ്ങൾ നമുക്ക് വലിയൊരു നോളജാണ്, നമ്മുടെ ബിസിനസ്സിനെ പറ്റിയുള്ള ഒരു വലിയൊരു നോളജാണ്. അവരുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ജ്വല്ലറിയിലൊക്കെ ചില കസ്റ്റമർ വന്നിട്ട് പ്രൊഡക്റ്റുകൾ ചോദിക്കും. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്നില്ല, അല്ല ചില പ്രൊഡക്റ്റുകളുടെ അവരുപയോഗിക്കുന്ന കംപ്ലൈൻറ്റുകളൊക്കെ പറയുമ്പോൾ ആ പറയുന്ന രണ്ട് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതായത് ആ പ്രൊഡക്റ്റിനെ നമ്മുടെ കടയിലോട്ട് എത്തിക്കാൻ പറ്റുകയും അവർ പറയുന്ന കംപ്ലൈൻറ്റ് പ്രൊഡക്റ്റിനുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കടയിൽ വെക്കാതിരിക്കുകയും ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടും. അത് ഞാൻ പറയാനുള്ള കാരണം, കസ്റ്റമറാണ് ശരിക്കും ഏറ്റവും നല്ല വഴികാട്ടി. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കസ്റ്റമറുടെ അഭിപ്രായങ്ങളാണ്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ കസ്റ്റമറുടെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നിങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരിക. മിക്ക എല്ലാ സ്ഥാപനങ്ങളിലും കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഉണ്ട്, പക്ഷേ അത് ചിലപ്പോൾ ഒരു നോട്ടായിട്ട് എഴുതി മേടിക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു SMS ആയിട്ട് മേടിക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതല്ല, ജെന്യുവിനായിട്ട് നിങ്ങളുടെ കസ്റ്റമറുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും ആ ശേഖരിച്ച അഭിപ്രായങ്ങൾ ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് നോക്കൂ. അത് വലിയ റിസൾട്ടിലോട്ട് വരും.